ഏത് നീതി ആയോഗിന്റെ ഏത് റിപ്പോർട്ടിലാണ് 10ാം സ്ഥാനത്ത് കേരളം വന്നത്? ഞാനിപ്പോൾ പരിശോധിച്ചു. നീതി ആയോഗിന്റെ റിപ്പോർട്ട് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിന്റെ 2005 റിപ്പോർട്ടിലെ പേജ് നമ്പർ 19. അവിടെയാണല്ലോ നമ്മുടെ ഫൈനൽ റാങ്കിംഗ് ഓഫ് സ്റ്റേറ്റ്സ് ഉള്ളത്. അതിൽ കാണിക്കുന്നത് 25.4 നമ്മുടെ റാങ്ക് നമ്മുടെ ഇൻഡെക്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളിൽ 15ാം സ്ഥാനത്താണ് കേരളം. എന്താണ് ഈ അരുൺകുമാർ പറഞ്ഞ ഈ സ്ഥാനങ്ങളിൽ എനിക്കറിയില്ല. ഫിസിക്കൽ ഇൻഡെക്സ് റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് അത് 2025 പേജ് നമ്പർ 19 E1 എന്ന് പറയുന്നത് ഫൈനൽ റാങ്കിംഗ് ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അവിടെ റാങ്കിംഗ് റേറ്റ് എന്ന് പറയുന്നത് 25.4 ആണ്. അത് നാഷണൽ ആവറേജിനേക്കാൾ താഴെയാണെന്ന് മാത്രമല്ല, ഇന്ത്യയിലാകെ കേരളത്തെക്കാൾ പിറകിലെന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളും ആന്ധ്രാപ്രദേശും പഞ്ചാബുമാണ്. മറ്റെല്ലാ സ്റ്റേറ്റും ഇന്ത്യക്ക് കേരളത്തിന് മുകളിലാണ് എന്നാണ് നീതി ആയോഗിന്റെ റിപ്പോർട്ട്. പിന്നെ ഇവർ പറയുന്ന നീതി ആയോഗ് റിപ്പോർട്ട് ഏതാണ് എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ വീണ്ടും പരിശോധിച്ചു എനിക്ക് തെറ്റ് പറ്റിയതാണോ എന്ന്. അങ്ങനെ അരുൺകുമാറെ തിരിച്ചു പറയാം. രണ്ടാമത്തെ കാര്യം, കേരളത്തിന്റെ പൊതു ആരോഗ്യ മേഖല അത് അരുൺകുമാർ CPM-ന്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ ഭരിക്കാൻ തുടങ്ങിയ കാലത്ത് ഉണ്ടായ ആരോഗ്യ മേഖലയല്ല. നിങ്ങൾ പഠിക്കണം. ഒരു പക്ഷേ ഇന്ത്യയിൽ നിന്നല്ല, യൂറോപ്യൻ രാജ്യങ്ങളോട് പോലും കിടപിടിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് പരമ്പരാഗതമായി കേരളം സിദ്ധിച്ചു വന്നതാണ്. അത് വെച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന കേരളത്തിന്റെ UP ആയിട്ട് താരതമ്യപ്പെടുത്തി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തിയിട്ട് ഞങ്ങൾ മികച്ചതാണ് എന്ന പരമപിടിത്തം വിളിച്ച് പറയല്ലേ. കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിരക്തമായി നിൽക്കുന്ന ഒരു ഇടമാണ്. അവിടെ വ്യതിരക്തമായ അടയാളപ്പെടുത്തൽ ഉണ്ടാകാറുണ്ട്, വ്യതിരക്തമായ മുന്നേറ്റമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ നമ്മൾ പൊതുവെ ഇന്ത്യയിൽ, അതുപോലെ തന്നെ ഈ പോലീസ് സംവിധാനം പൊതുവെ പിണറായി വിജയന്റെ 10 വർഷത്തെ കാലം മുന്നിലാണ്. ആ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം. അല്ല, അവിടെയും കുഴപ്പമുണ്ട്. അവിടെ സ്മൃതി കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പരിശോധിച്ചു എന്തുകൊണ്ടാണ് നീതി ആയോഗിന്റെ റിപ്പോർട്ട് ഇങ്ങനെ വരുന്നത്. അതിന് പ്രധാനപ്പെട്ട 3-4 കാരണങ്ങളുണ്ട്. ഒന്ന്, കേരളം മികച്ചു നിൽക്കുന്നത് ശിശു ജനന നിരക്കുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ മാതൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ കണക്ക് നമ്മൾ പരിശോധിക്കണം. കേരളത്തിൽ ഡെലിവറി നടക്കുന്ന ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചാൽ സർക്കാർ ആശുപത്രിയേക്കാൾ കൂടുതൽ പ്രൈവറ്റ് സെക്ടറിലാണ് അതിന്റെ ജനനം നടക്കുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ ബെഡ് അതുപോലെ തന്നെ അഡ്മിറ്റ് ആകുന്ന രോഗങ്ങളിൽ 70% പ്രൈവറ്റ് മേഖലയിലാണ്. ല്ലോ നമ്മുടെ മുമ്പിൽ രേഖകളുണ്ട്. ആശുപത്രികളിലാണ് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് എന്ന കണക്കും നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിന്റെ ഈ പറയുന്ന സർക്കാർ മേഖല മാത്രമല്ല നീതി ആയോഗിന്റെ ഇൻഡെക്സിൽ വരുന്നത്, പൊതുവായുള്ള നിലവാരത്തിലാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി എവിടെയാണ് പരാജയം സംഭവിച്ചത് പരിശോധിക്കേണ്ടതല്ലേ. തങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേജ് എടുത്ത് അത് മാത്രം വായിച്ചിട്ട് കേരളം മികച്ചതാണ് എന്നല്ല പറയേണ്ടത്. ഏത് കണക്ക് പ്രകാരവും കേരളം പ്രയാസത്തിലാണ്. നോക്കൂ, നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡോക്ടർക്ക് ചികിത്സിക്കേണ്ടത് 2200 പേരെയാണ്. ഇപ്പോൾ ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ പ്രശ്നത്തിൽ അവിടെ ഉദ്ഘാടനം ചെയ്യാതിരിക്കുന്ന ഒരു കെട്ടിടം ഉണ്ടല്ലോ. അത് മന്ത്രി തന്നെ പറഞ്ഞല്ലോ. എന്താ ഉദ്ഘാടനം ചെയ്യാതിരുന്നത് ശ്രീ അരുൺകുമാർ? എന്തുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യാതിരുന്നത്? ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ അതേ സ്ഥാപനമുണ്ട്, കെട്ടിടമുണ്ട്. എന്താ ഉദ്ഘാടനം ചെയ്യാതിരുന്നത്? അവിടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, ആളുകളെ അവിടെ സ്ഥാപിക്കുന്നില്ല, ഡോക്ടർമാരെ അപ്പോയിന്റ് ചെയ്യുന്നില്ല. ആരെ ഉത്തരവാദി?